ഇംഗ്ലീഷ് തെറ്റുകൂടാതെ ഭംഗിയായിട്ട് എഴുതുവാനും സംസാരിക്കുവാനും കഴിയണമെങ്കിൽ നമ്മൾ ഒരുപാട് വാക്കുകൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകൾ. അങ്ങനെയുള്ള കുറച്ച് വാക്കുകളും അവ എങ്ങനെ സെൻറ്റൻസിൽ ഉപയോഗിക്കാം എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. വെൽക്കം ടു ഹന്നാസ് ഇംഗ്ലീഷ്. ഒന്നാമത്തെ വാക്ക് ഓർമ്മിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഏതാ വാക്ക്? റിമെമ്പർ അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം റിമെമ്പർ, ഓർമ്മിക്കുക. എന്നാൽ ഓർമ്മിപ്പിക്കുക എന്നുള്ളതിന് ഏതാ വാക്ക്? റിമൈൻഡ്. ഏതാണ്? റിമൈൻഡ്, ഓർമ്മിപ്പിക്കുക. ഇനി ഈ വാക്ക് ഉപയോഗിച്ച് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കാം. അവനെ വിളിക്കാൻ എന്നെ ഓർമ്മിപ്പിക്കണേ. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? റിമൈൻഡ് മീ ടു കോൾ ഹിം. എങ്ങനെയാണ്? റിമൈൻഡ് മീ ടു കോൾ ഹിം. അവനെ വിളിക്കാൻ എന്നെ ഓർമ്മിപ്പിക്കണേ. റിമൈൻഡ് മീ എന്ന് പറഞ്ഞാലേ എന്നെ ഓർമ്മിപ്പിക്കണേ. ടു കോൾ ഹിം, അവനെ വിളിക്കാൻ. ഇനി റിമൈൻഡിൻ്റെ പാസ്റ്റ് ഫോം എന്താണ്? റിമൈൻഡഡ്. എന്താണ്? റിമൈൻഡഡ്, ഓർമ്മിപ്പിച്ചു. ഇനി ഒരു ഉദാഹരണം നോക്കാം. മീറ്റിങ്ങിനെ കുറിച്ച് ഞാൻ അവനെ ഓർമ്മിപ്പിച്ചിരുന്നു. എങ്ങനെ പറയാം? ഐ റിമൈൻഡഡ് ഹിം അബൌട്ട് ദ മീറ്റിംഗ്. എങ്ങനെയാണ്? ഐ റിമൈൻഡഡ് ഹിം അബൌട്ട് ദ മീറ്റിംഗ്. മീറ്റിങ്ങിനെ കുറിച്ച് ഞാൻ അവനെ ഓർമ്മിപ്പിച്ചിരുന്നു. ഇനി രണ്ടാമത്തെ വാക്ക് വിയർക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഏതാ വാക്ക്? സ്വെറ്റ്. ഏതാണ്? സ്വെറ്റ്. വിയർപ്പ് എന്നുള്ളതിനും സ്വെറ്റ് എന്ന് തന്നെയാണ് പറയാം. ഒരു ഉദാഹരണം നോക്കൂ. നീ വല്ലാതെ വിയർത്തിരിക്കുന്നല്ലോ. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? യു ആർ സ്വെറ്റിംഗ് എ ലോട്ട്. എങ്ങനെയാണ്? യു ആർ സ്വെറ്റിംഗ് എ ലോട്ട്. നീ വല്ലാതെ വിയർത്തിരിക്കുന്നല്ലോ. എ ലോട്ട് എന്ന് പറഞ്ഞാലേ വല്ലാതെ, ധാരാളമായി എന്നൊക്കെയാണ് അർത്ഥം. ഇനി വിയർക്കുക എന്നുള്ളതിന് വേറൊരു വാക്ക് കൂടിയുണ്ട്, പെർസ്പയർ. പെർസ്പയർ, അതിൻ്റെ അർത്ഥവും വിയർക്കുക എന്ന് തന്നെയാണ്. ഇനി സ്വെറ്റിൻ്റെ പാസ്റ്റ് ഫോം എന്താണ്? സ്വെറ്റ് അല്ലെങ്കിൽ സ്വെറ്റഡ്. രണ്ട് രീതിയും പറയാം, രണ്ട് രീതിയും ശരിയാണ്. ഒരു ഉദാഹരണം നോക്കാം. ഫുട്ബോൾ കളിച്ചപ്പോൾ അവൻ വല്ലാതെ വിയർത്തിരുന്നു. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഹീ സ്വെറ്റ് അല്ലെങ്കിൽ സ്വെറ്റഡ് എ ലോട്ട് വെൻ ഹീ പ്ലേഡ് ഫുട്ബോൾ. എങ്ങനെയാണ്? ഹീ സ്വെറ്റ് അല്ലെങ്കിൽ സ്വെറ്റഡ് എ ലോട്ട് വെൻ ഹീ പ്ലേഡ് ഫുട്ബോൾ. ഫുട്ബോൾ കളിച്ചപ്പോൾ അവൻ വല്ലാതെ വിയർത്തിരുന്നു. ഇവിടെ ഹീ സ്വെറ്റ് എന്നും പറയാം, ഹീ സ്വെറ്റഡ് എന്നും പറയാം. രണ്ട് രീതിയും ശരിയാണ്. ഇനി അടുത്ത വാക്ക് കാറിൽ കയറൂ. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഗെറ്റ് ഇൻ ടു ദ കാർ. എങ്ങനെയാണ്? ഗെറ്റ് ഇൻ ടു ദ കാർ, കാറിൽ കയറൂ. ഗെറ്റ് ഇൻ ടു എന്ന ഫ്രേസാണ് കാറിൽ കയറൂ എന്നുള്ളതിന് ഉപയോഗിക്കുന്നത്. ഇനി കാറിൽ നിന്നും ഇറങ്ങൂ. എങ്ങനെയാണ് പറയാം? ഗെറ്റ് ഔട്ട് ഓഫ് ദ കാർ. എങ്ങനെ പറയാം? ഗെറ്റ് ഔട്ട് ഓഫ് ദ കാർ, കാറിൽ നിന്നും ഇറങ്ങൂ. ഇനി ബസ്സിൽ കയറൂ അല്ലെങ്കിൽ ട്രെയിനിൽ കയറൂ, എയറോപ്ലെയിനിൽ കയറൂ എന്നൊക്കെ പറയുന്നതിന് ഏതാണ് ഫ്രേസ്? ഗെറ്റ് ഓൺ. ഗെറ്റ് ഇൻ ടു അല്ല, ഗെറ്റ് ഓൺ. ഗെറ്റ് ഓൺ എന്ന ഫ്രേസാണ് ഉപയോഗിക്കുക. ഗെറ്റ് ഓൺ ദ ബസ്, ഗെറ്റ് ഓൺ ദ ട്രെയിൻ, ഗെറ്റ് ഓൺ ദി എയറോപ്ലെയിൻ. ബസ്സിൽ കയറൂ അല്ലെങ്കിൽ ട്രെയിനിൽ കയറൂ, എയറോപ്ലെയിനിൽ കയറൂ എന്നൊക്കെ പറയുന്നതിന് ഗെറ്റ് ഓൺ എന്ന ഫ്രേസാണ് ഉപയോഗിക്കുക. അതെന്താണ് വ്യത്യാസം? ബസ്, ട്രെയിന്, എയറോപ്ലെയിൻ ഇങ്ങനെയുള്ള വാഹനങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും അല്ലേ? എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും. എന്നാൽ കാറിൽ നമുക്ക് ഇരിക്കാനല്ലേ പറ്റുള്ളൂ, നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ വാഹനങ്ങളിൽ കയറൂ എന്ന് പറയുന്നതിന് ഗെറ്റ് ഇൻ ടു എന്ന ഫ്രേസാണ് ഉപയോഗിക്കുക. എന്നാൽ എഴുന്നേറ്റ് നിൽക്കാനും കൂടി പറ്റുന്ന വാഹനങ്ങളിൽ കയറൂ എന്ന് പറയുന്നതിന് ഗെറ്റ് ഓൺ എന്ന ഫ്രേസുമാണ് ഉപയോഗിക്കുക. ഗെറ്റ് ഓൺ ദ ബസ് എന്നാണ് ഉപയോഗിക്കുക. ഇനി ബസ്സിൽ നിന്നും ഇറങ്ങൂ. എങ്ങനെ പറയാം? ഗെറ്റ് ഓഫ് ദ ബസ്. എങ്ങനെയാണ്? ഗെറ്റ് ഓഫ് ദ ബസ്, ബസ്സിൽ നിന്നും ഇറങ്ങൂ. ഇനി ബൈക്കിൽ കയറൂ അല്ലെങ്കിൽ കുതിരപ്പുറത്ത് കയറൂ. എങ്ങനെയായിരിക്കും പറയാ? ഗെറ്റ് ഓൺ ദ ബൈക്ക് അല്ലെങ്കിൽ ഗെറ്റ് ഓൺ ദ ഹോഴ്സ്. ബൈക്കിൽ കയറൂ അല്ലെങ്കിൽ കുതിരപ്പുറത്ത് കയറൂ. ഇനി അതുപോലെ തന്നെ ബൈക്കിൽ നിന്നും ഇറങ്ങൂ അല്ലെങ്കിൽ കുതിരപ്പുറത്ത് നിന്നും ഇറങ്ങൂ. എങ്ങനെയാണ് പറയാ? ഗെറ്റ് ഓഫ് ദ ബൈക്ക് അല്ലെങ്കിൽ ഗെറ്റ് ഓഫ് ദ ഹോഴ്സ്. ബൈക്കിൽ നിന്നും ഇറങ്ങൂ അല്ലെങ്കിൽ കുതിരപ്പുറത്ത് നിന്നും ഇറങ്ങൂ. ഇനി ഗെറ്റിൻ്റെ പാസ്റ്റ് ഫോം എന്താണ്? ഗോട്ട്. ഞാൻ കാറിൽ കയറി. എങ്ങനെ പറയാം? ഐ ഗോട്ട് ഇൻ ടു ദ കാർ.
എങ്ങനെയാണ്? ഐ ഗോട്ട് ഇൻ ടു ദ കാർ. ഞാൻ കാറിൽ കയറി. ഇനി ഞാൻ കാറിൽ നിന്നും ഇറങ്ങി. എങ്ങനെയാണ് പറയാ? ഐ ഗോട്ട് ഔട്ട് ഓഫ് ദ കാർ. ഞാൻ കാറിൽ നിന്നും ഇറങ്ങി. ഇനി ഞാൻ ബസ്സിൽ കയറി. എങ്ങനെ പറയാം? ഐ ഗോട്ട് ഓൺ ദ ബസ്. എങ്ങനെയാണ്? ഐ ഗോട്ട് ഓൺ ദ ബസ്. ഞാൻ ബസ്സിൽ കയറി. ഇനി ഞാൻ ബസ്സിൽ നിന്നും ഇറങ്ങിയെന്നോ? ഐ ഗോട്ട് ഓഫ് ദ ബസ്. ഞാൻ ബസ്സിൽ നിന്നും ഇറങ്ങി. ഇനി അടുത്ത വാക്ക് തിളപ്പിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഏതാ വാക്ക്? ബോയിൽ. ബോയിൽ, തിളപ്പിക്കുക. എന്നാൽ ബോയിൽ എന്ന വാക്കിനെ തിളക്കുക എന്നും അർത്ഥമുണ്ട്. ഒരു ഉദാഹരണം നോക്കൂ. നീ കുറച്ച് വെള്ളം തിളപ്പിക്കോ? എങ്ങനെ ചോദിക്കാം? ക്യാൻ യു പ്ലീസ് ബോയിൽ സം വാട്ടർ. എങ്ങനെയാണ് ചോദിക്കുക? ക്യാൻ യു പ്ലീസ് ബോയിൽ സം വാട്ടർ. നീ കുറച്ച് വെള്ളം തിളപ്പിക്കോ? ബോയിൽ എന്ന വാക്കിന് പുഴുങ്ങുക എന്ന അർത്ഥവുമുണ്ട്. ബോയിലിൻ്റെ പാസ്റ്റ് ഫോം എന്താണ്? ബോയിൽഡ്. തിളപ്പിച്ചു അല്ലെങ്കിൽ പുഴുങ്ങി എന്നൊക്കെയാണ് അർത്ഥം. ഇനി ഒരു ഉദാഹരണം നോക്കൂ. അവൻ കുറച്ച് ഉരുളക്കിഴങ്ങുകൾ പുഴുങ്ങി. എങ്ങനെ പറയാം? ഹീ ബോയിൽഡ് സം പൊട്ടാറ്റോസ്. എങ്ങനെയാണ് പറയാ? ഹീ ബോയിൽഡ് സം പൊട്ടാറ്റോസ്. ഇനി അവൻ കുറച്ച് വെള്ളം തിളപ്പിച്ചു. എങ്ങനെ പറയാം? ഹീ ബോയിൽഡ് സം വാട്ടർ. എങ്ങനെ പറയാം? ഹീ ബോയിൽഡ് സം വാട്ടർ. അവൻ കുറച്ച് വെള്ളം തിളപ്പിച്ചു. ഇനി അടുത്ത വാക്ക് നിർബന്ധിക്കുക. ഒരു കാര്യം ചെയ്യാനേ ഒരാളെ നിർബന്ധിക്കുമല്ലോ, അതിന് ഇംഗ്ലീഷിൽ ഏതാ വാക്ക്? ഫോഴ്സ്. ഏതാണ്? ഫോഴ്സ്, നിർബന്ധിക്കുക. ഒരു ഉദാഹരണം നോക്കാം. ഈ ജോലി ചെയ്യാൻ അവനെ നിർബന്ധിക്കരുത് അല്ലെങ്കിൽ അവനെ നിർബന്ധിക്കണ്ട. എങ്ങനെ പറയാം? ഡോണ്ട് ഫോഴ്സ് ഹിം ടു ഡു ദിസ് വർക്ക്. എങ്ങനെയാണ്? ഡോണ്ട് ഫോഴ്സ് ഹിം ടു ഡു ദിസ് വർക്ക്. ഈ ജോലി ചെയ്യാൻ അവനെ നിർബന്ധിക്കരുത് അല്ലെങ്കിൽ അവനെ നിർബന്ധിക്കണ്ട. ഇനി ഫോഴ്സിൻ്റെ പാസ്റ്റ് ഫോം എന്താണ്? ഫോഴ്സ്ഡ്, നിർബന്ധിച്ചു. ഒരു ഉദാഹരണം നോക്കാം. ആ കമ്പനിയിൽ നിന്നും രാജിവെക്കാൻ അവർ എന്നെ നിർബന്ധിച്ചു. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ദേ ഫോഴ്സ്ഡ് മീ ടു റിസൈൻ ഫ്രം ദാറ്റ് കമ്പനി. എങ്ങനെ പറയാം? ദേ ഫോഴ്സ്ഡ് മീ ടു റിസൈൻ ഫ്രം ദാറ്റ് കമ്പനി. ആ കമ്പനിയിൽ നിന്നും രാജിവെക്കാൻ അവർ എന്നെ നിർബന്ധിച്ചു. ദേ ഫോഴ്സ്ഡ് മീ എന്ന് പറഞ്ഞാലേ അവർ എന്നെ നിർബന്ധിച്ചു. റിസൈൻ എന്ന് പറഞ്ഞാലേ രാജിവെക്കുക. നിർബന്ധിക്കുക എന്നുള്ളതിനെ കമ്പൽ എന്ന വാക്കും ഉപയോഗിക്കാം. കമ്പൽ, അതിൻ്റെ അർത്ഥവും നിർബന്ധിക്കുക എന്ന് തന്നെയാണ്. ഇനി അടുത്ത വാക്ക് വസ്ത്രം ധരിക്ക് അല്ലെങ്കിൽ വസ്ത്രം ഇടൂ എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ ഏതാ വാക്ക്? പുട്ട് ഓൺ. ഏതാണ്? പുട്ട് ഓൺ. പുട്ട് ഓൺ എന്ന ഫ്രേസാണ് അതിന് ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണം നോക്കൂ. നിന്റെ ഷർട്ട് ധരിക്ക്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? പുട്ട് ഓൺ യുവർ ഷർട്ട്. എങ്ങനെയാണ്? പുട്ട് ഓൺ യുവർ ഷർട്ട്. നിന്റെ ഷർട്ട് ധരിക്ക്. ഇനി നിന്റെ ഷൂസ് ധരിക്ക് അല്ലെങ്കിൽ നിന്റെ കണ്ണട ധരിക്ക്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? പുട്ട് ഓൺ യുവർ ഷൂസ് അല്ലെങ്കിൽ പുട്ട് ഓൺ യുവർ ഗ്ലാസസ്. നിന്റെ ഷൂസ് ധരിക്ക് അല്ലെങ്കിൽ നിന്റെ കണ്ണട ധരിക്ക്. ഇനി ഞാൻ എൻ്റെ ഷർട്ട് ധരിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ആം പുട്ടിങ് ഓൺ മൈ ഷർട്ട്. എങ്ങനെയാണ്? ഐ ആം പുട്ടിങ് ഓൺ മൈ ഷർട്ട്. ഞാൻ എൻ്റെ ഷർട്ട് ധരിച്ചു കൊണ്ടിരിക്കുകയാണ്. പുട്ട് ഓൺ എന്നതിൻ്റെ പാസ്റ്റ് ഫോമും പുട്ട് ഓൺ എന്ന് തന്നെയാണ്. ധരിച്ചു എന്ന അർത്ഥത്തിലും പുട്ട് ഓൺ തന്നെയാണ് ഉപയോഗിക്കുക. ഇനി അടുത്ത വാക്ക് വെയർ. വെയർ എന്ന വാക്കിനും ധരിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. ഒരു ഉദാഹരണം നോക്കൂ. അവൻ വെള്ള ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത്. എങ്ങനെ പറയാം? ഹി ഈസ് വെയറിങ് എ വൈറ്റ് ഷർട്ട്. എങ്ങനെ പറയാം? ഹി ഈസ് വെയറിങ് എ വൈറ്റ് ഷർട്ട്. അവൻ വെള്ള ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന സംശയം എന്താ? പുട്ട് ഓൺ എന്ന ഫ്രേസും വെയർ എന്ന വാക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ്. രണ്ടിനും ധരിക്കുക എന്ന് തന്നെയാണല്ലോ അർത്ഥം. പിന്നെ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഇവ തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ധരിക്കുക, ഒരു വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ ദേഹത്ത് ഇടുക എന്ന ആ പ്രവൃത്തി ഉണ്ടല്ലോ, അതിനാണ് പുട്ട് ഓൺ എന്ന ഫ്രേസ് ഉപയോഗിക്കുന്നത്. ഇനി വെയർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് നോക്കാം. ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ആ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയല്ലോ ധരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ധരിച്ചിരിക്കുന്നു. ആ അർത്ഥത്തിലാണ് വെയർ എന്ന വാക്കും ഉപയോഗിക്കുന്നത്. ഇനി ഒരു ഉദാഹരണം നോക്കൂ. നമ്മൾ പറയല്ലോ എനിക്ക് അയാളെ ഓർമ്മയുണ്ട്, അയാൾ ഇവിടെ വന്നപ്പോൾ നീല ജീൻസും കറുപ്പ് ഷർട്ടുമാണ് ധരിച്ചിരുന്നത് എന്ന് നമ്മൾ പറയല്ലോ. അപ്പോൾ
അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? ഓൾറെഡി അയാളുടെ ശരീരത്തിൽ ആ നിറത്തിലുള്ള വസ്ത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് വെയർ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പുട്ടോൺ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എന്താണ്? അയാൾ ആ വസ്ത്രം ധരിക്കുന്ന ആ പ്രവൃത്തിക്കാണ് പുട്ടോൺ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത സെന്റൻസ്, അവൻ വെള്ള ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത്. എങ്ങനെ പറയാം? ഹി ഈസ് വെയറിങ് എ വൈറ്റ് ഷർട്ട്. എങ്ങനെ പറയാം? ഹി ഈസ് വെയറിങ് എ വൈറ്റ് ഷർട്ട്. അവൻ വെള്ള ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ അയാളെ കാണുന്ന സമയത്ത് അയാൾ വെള്ള ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത് എന്നാണ് അർത്ഥം. ഇനി വെയറിൻ്റെ പാസ്റ്റ് ഫോം എന്താണ്? വോർ. ധരിച്ചു അല്ലെങ്കിൽ ധരിച്ചിരുന്നു എന്നൊക്കെയാണ് അർത്ഥം. ഒരു ഉദാഹരണം നോക്കാം. എൻ്റെ അച്ഛൻ ഇന്നലെ കറുപ്പ് ഷർട്ടായിരുന്നു ധരിച്ചിരുന്നത്. എങ്ങനെ പറയാം? മൈ ഫാദർ വോർ എ ബ്ലാക്ക് ഷർട്ട് യെസ്റ്റർഡേ. എങ്ങനെ പറയാം? മൈ ഫാദർ വോർ എ ബ്ലാക്ക് ഷർട്ട് യെസ്റ്റർഡേ. എൻ്റെ അച്ഛൻ ഇന്നലെ കറുപ്പ് ഷർട്ടായിരുന്നു ധരിച്ചിരുന്നത്. ഇനി വേറൊരു ഉദാഹരണം നോക്കൂ. അയാൾ എല്ലാ ദിവസവും ഷൂസും കണ്ണടയും ധരിക്കാറുണ്ട്. എങ്ങനെ പറയാം? ഹി വെയേഴ്സ് ഷൂസ് ആൻഡ് ഗ്ലാസസ് എവരി ഡേ. എങ്ങനെ പറയാം? ഹി വെയേഴ്സ് ഷൂസ് ആൻഡ് ഗ്ലാസസ് എവരി ഡേ. അദ്ദേഹം എല്ലാ ദിവസവും ഷൂസും ഗ്ലാസും ധരിക്കാറുണ്ട്. ഇവിടെ ഹി എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്, ഒരൊറ്റ ആളല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് വെയർ എന്ന വേർബിനോട് കൂടെ എസ് ചേർത്തത്, വെയേഴ്സ് എന്നാക്കി മാറ്റിയത്. ഈ വാക്കുകളും അവ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളും നിങ്ങളും നിങ്ങളുടെ സംഭാഷണത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതിനു മുമ്പും ഇതുപോലെ വാക്കുകൾ പഠിപ്പിക്കുന്ന വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.